എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ചാർജിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാത്തവരായിട്ട് ആരും കാണില്ല, ഒരു ചെറിയ ഓൾട്രേഷൻ എങ്കിലും കൊടുക്കാത്തവരായിട്ട് ആരും കാണുകയില്ല. അപ്പൊ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നവർക്കും അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണിത്. എല്ലാവർക്കും സ്റ്റിച്ചിങ് ചാർജ് എത്ര വാങ്ങണം, അല്ലെങ്കിൽ ഓരോ ഡ്രസ്സുകൾക്കും എത്ര ചാർജ് വാങ്ങണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എപ്പോഴും ഉള്ളത് എല്ലാവർക്കും. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്കും പിന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നവർക്കാണെങ്കിൽ ഇത്ര റേറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത്ര കുറവാണോ റേറ്റ്, ഈ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ട്. അപ്പം കോമൺ ആയിട്ട് വാങ്ങിയപ്പം എല്ലാവരും ഈ ഒരു സ്റ്റിച്ചിങ് ചാർജ് വാങ്ങണം എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ കസ്റ്റമറോട് പറയാൻ പറ്റുന്ന റേറ്റ് ആണ് ഞാൻ ഇതിൽ പറയുന്നത് കേട്ടോ. റേറ്റ് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം റേറ്റ് പറയാനായിട്ട്. ഒന്നാമത് നമ്മള് കസ്റ്റമർ പറയുന്ന അതേപോലെ നല്ല ഫിനിഷിങ്ങിൽ നല്ല സെറ്റപ്പായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒന്ന്. പിന്നെ കൊടുക്കേണ്ടത് നല്ല രീതിയിൽ അയൺ ചെയ്യുക, പിന്നെ ഓവർലോക്ക് ചെയ്ത് കൊടുക്കുക, തുണിക്ക് ഡാമേജ് ഒന്നും വരാതെ നല്ല സെറ്റപ്പായിട്ട് വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല സ്റ്റിച്ചിങ് ചാർജ് വാങ്ങാനും പറ്റുള്ളൂ. അവർക്ക് നമുക്ക് നമ്മൾ ചോദിക്കുന്ന തരാനും തോന്നുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് പറയാനായിട്ട്. അല്ലാണ്ട് നമ്മൾ വാരിക്കോരി ഒരുമാതിരി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അത്ര ചാർജ് വേണം അത് തന്നില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവരാഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്താൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ഒരു പകുതി ആൾക്കാരൊക്കെ നല്ല മനസ്സോടെ നമ്മൾ പറയുന്ന ചാർജൊക്കെ തന്നിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയുള്ള അനുഭവം. എന്നാലും പകുതിയോളം ആൾക്കാർ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്ത് പറയുന്ന ആൾക്കാരുമാണ്. നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് പറയുമ്പോൾ നമ്മുടെ തുണി നോക്കിയിട്ട് വേണം പറയാനായിട്ട്. തുണി ഭയങ്കര പാടുള്ള തുണികളൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അതേപോലെ ഒത്തിരി സ്റ്റോൺ വർക്കുകളും നമ്മൾ കല്ലൊക്കെ പറിച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ വരുവാണെങ്കിൽ അങ്ങനെയുള്ളതിനെല്ലാം നമ്മൾ റേറ്റ് ഒക്കെ അതനുസരിച്ചിട്ട് വേണം പറയാൻ. കാരണം പറയുകയാണെങ്കിൽ ഒരു 350 രൂപയുടെ ഒരു ഡ്രസ്സാണെങ്കിൽ നിറയെ സ്റ്റോൺ വർക്ക് ആണെങ്കിൽ നമ്മൾ പറിച്ച് കളയാൻ തന്നെ 2 ദിവസം എടുക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ 300 രൂപയ്ക്കോ അല്ലെങ്കിൽ 350 രൂപയ്ക്കോ ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് സ്റ്റിച്ചിങ് ചാർജ് പറയാം. അതേപോലെ മോഡൽ അനുസരിച്ചിട്ടും സ്റ്റിച്ചിങ് ചാർജ് പറയാം. അപ്പൊ ഇങ്ങനെ നമ്മുടെ മെറ്റീരിയൽ അനുസരിച്ചിട്ടും നമ്മുടെ വർക്കിനനുസരിച്ചിട്ട് പിന്നെ നമ്മളുടെ ഇതേപോലുള്ള ഹെവി വർക്കുകളൊക്കെ പറിച്ച് അല്ലെങ്കിൽ സ്റ്റോണൊക്കെ പറിച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടതൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് പറയാം. ഞാൻ ഓരോന്നോരോന്നിന്റെ സ്റ്റിച്ചിങ് ചാർജ് പറയാം കേട്ടോ. ഞാൻ ഒന്നും കൂടെ ഓർപ്പിക്കുകയാണ്, നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് യാതൊരു കുഴപ്പവും ഇല്ലാതെ വീട്ടിലും ചെയ്യുന്നവർക്കും ചെറിയ ഷോപ്പൊക്കെ ഇട്ട് ചെയ്യുന്നവർക്കും ചെറുതല്ല അത്യാവശ്യം ഷോപ്പുകളൊക്കെ ഇട്ട് ചെയ്യുന്നവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു ചാർജാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ തീർത്തും ഉൾപ്രദേശത്തെ ഒരു വീട്ടിലെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ ഇതിലും ഇച്ചിരി കുറയ്ക്കണം എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വാങ്ങാം. എനിക്ക് തോന്നുന്നു കുറയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പൊ നമുക്ക് ചുറ്റും എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര വില കൂടിക്കൂടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് സ്റ്റിച്ചിങ് ചാർജ് പറഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടാവുകയില്ല. അപ്പൊ അത്യാവശ്യം സ്റ്റിച്ചിങ് ചാർജ് ഇല്ലാതെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, അതൊരു സാഹചര്യമാണ് ഇപ്പോഴും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ചാർജ് എനിക്ക് തോന്നുന്ന എല്ലാവർക്കും വാങ്ങാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ചാർജ് പറയാം. ചുരിദാറിന് ലൈനിങ് വെച്ചിട്ട് ഒരു നോർമലായിട്ടൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ 550 രൂപയാണ് വാങ്ങുന്നത്. 550 രൂപ വാങ്ങുമ്പോൾ ലൈനിങ് വെക്കുന്നുണ്ട്. അതേപോലെ പെൻസിൽ പാൻറ്, സ്ട്രെയിറ്റ് പാൻറ് അതും കൂടെ കൂട്ടിയിട്ട് 550. ചുരിദാർ ലൈനിങ് വെച്ചിട്ട് സാധാ പാൻറ് ആണെങ്കിൽ 450, ചുരി പാൻറ് ആണെങ്കിൽ 500, ഈ ഒരു പെൻസിൽ പാൻറ് കൂട്ടിയിട്ടാണല്ലോ 550. അപ്പൊ ആ ചുരിദാറിന്റെ മനസ്സിലായല്ലോ. ലൈനിങ് ഇല്ലാതാണെങ്കിൽ എല്ലാത്തിനും ഒരു 50 രൂപ കുറച്ചിട്ട് നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പൊ ലൈനിങ് ഇല്ലാതാണെങ്കിൽ 500 അല്ലെങ്കിൽ 500 ആണെങ്കിൽ 450, 450 ആണെങ്കിൽ 400, 550 ആണെങ്കിൽ 500. അതേപോലെ പാന്റിനും ടോപ്പിനും ലൈനിങ് വെച്ച് തയ്ക്കുന്നുണ്ടല്ലോ, അപ്പൊ 700 രൂപ നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പൊ പാന്റിന് ലൈനിങ് വെക്കുമ്പോൾ ഇച്ചിരി പാടാണ് ചെയ്യാനായിട്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് ചാർജ് വാങ്ങാവുന്നതാണ്. ചുരിദാറിന്റെ ഒക്കെ ഇങ്ങനെയാണ്. പിന്നെ ചുരിദാറിന്റെ നെക്ക് ചിലർക്ക് ഭയങ്കര മോഡലിന് നെക്കൊക്കെ വേണ്ടി വരും. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് 50 രൂപ കയറ്റിയിട്ട് പറയാം. പൈപ്പിംഗ് കൊടുക്കുകയാണെങ്കിൽ 50 രൂപ നമുക്ക് പറയാം. ഭയങ്കര ഒത്തിരി ഹെവി ആയിട്ടുള്ള മോഡലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു നെക്കില് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് കൂടുതൽ വാങ്ങാതെ പറ്റത്തില്ല. നമ്മൾ അതിന് മാത്രം അതേ തുണിയിൽ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ജോർജറ്റ് പോലെ നമുക്ക് പിടിച്ചാൽ കിട്ടുമല്ലാത്ത തുണികളിലൊക്കെ നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് ചാർജ് വാങ്ങാവുന്നതാണ്. ഈ ടോപ്പിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ലൈനിങ് വെക്കാത്ത ടോപ്പിനാണ് 350 രൂപ നമുക്ക് വാങ്ങാം. ലൈനിങ് വെച്ചതിനാണെങ്കിൽ 400 രൂപ വാങ്ങാം. പിന്നെ അതിന്റെ മോഡൽ അനുസരിച്ച് കോളറൊക്കെ വെച്ചിട്ടുള്ളതിനാണെങ്കിൽ 450 രൂപ നമുക്ക് ഒരു ടോപ്പിന് വാങ്ങാവുന്നതാണ്.
അതേപോലെ എ ലൈനൊക്കെ ആണെങ്കിലും 450 തൊട്ട് 500 രൂപയൊക്കെ വാങ്ങാവുന്നതാണ്. പിന്നെ തുണിയുടെ ഒക്കെ വ്യത്യാസമൊക്കെ അനുസരിച്ച് മോഡലിന്റെ ഒക്കെ വ്യത്യാസമൊക്കെ അനുസരിച്ച് നമുക്ക് കൂടുതൽ വാങ്ങാവുന്നതാണ്. അംബ്രല്ല ടോപ്പിനാണെങ്കിലും 450 രൂപ വാങ്ങാവുന്നതാണ്. പിന്നെ പാന്റിന്റെ കാര്യത്തിലേക്കൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ സാധാരണ ഒരു പാന്റ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ 200 രൂപയാണ്. പിന്നെ ചുരി പാന്റ് ആണെങ്കിൽ 250. പിന്നെ നമുക്ക് ഉള്ളത് പെൻസിൽ പാന്റ് മാത്രമാണെങ്കിലും 300 രൂപ നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങാവുന്നതാണ്. പെൻസിൽ പാന്റിന്റെ ലൈനിങ് വെച്ചിട്ടുള്ളതാണെങ്കിൽ 350 രൂപയാണ്. പലാസ ആണെങ്കിൽ 250 രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത്. അപ്പൊ ടോപ്പിന്റെ പാന്റിന്റെ ഏകദേശം സ്റ്റിച്ചിങ് ചാർജ് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് സാരി ബ്ലൗസിന്റെ ആണ്. സാരി ബ്ലൗസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈനിങ് ഒന്നും വെക്കാതെ ഒരു സാരി ബ്ലൗസ് ആണെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും 300 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. നമുക്ക് തീർച്ചയായിട്ടും 300 രൂപ നമുക്ക് ലൈനിങ് ഇല്ലാത്തതിന് വാങ്ങാൻ പറ്റുന്നതാണ്. അതേപോലെ ലൈനിങ് വെച്ചിട്ടാണെങ്കിൽ 500 രൂപയാണ് ഇപ്പോൾ സ്റ്റിച്ചിങ് ചാർജ് സ്റ്റാർട്ടിങ് വരുന്നത്. വീട്ടിലൊക്കെ ചെയ്യുന്നവർക്ക് 450 വാങ്ങാം, എന്നാണല്ലോ വാങ്ങാം കേട്ടോ. അപ്പം 450 അല്ലെങ്കിൽ 500 രൂപയൊക്കെ കൃത്യമായിട്ട് നമുക്ക് വാങ്ങാം. പ്രിൻസസ് ആണെങ്കിൽ നമ്മൾ 750 രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങുന്നത് ലൈനിങ് വെച്ചിട്ടുള്ളത്. ലൈനിങ് ഇല്ലാത്താണെങ്കിലും നമുക്ക് ഇതിന് 50 രൂപ കുറയ്ക്കാവുന്നതാണ്. അതേപോലെ കട്ടോരി ബ്ലൗസിനാണെങ്കിൽ നമ്മൾ 750 രൂപയാണ് വാങ്ങുന്നത്. സിംഗിൾ കട്ടോരിക്കാണ് കേട്ടോ ലൈനിങ് ഉള്ളതിന്. ഡബിൾ കട്ടോരിക്കാണെങ്കിൽ 800 രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങുന്നത്. നമ്മുടെ പ്രിൻസസിലെ പാഡഡ് ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെങ്കിൽ 1000 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. അങ്ങനെയൊക്കെയാണ് ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് ചാർജ് നിരക്ക് വരുന്നത്. ഇനി ഫ്രോക്കിലേക്ക് പോവാം. സാധാരണ ഒരു കുഞ്ഞു കുട്ടിക്ക്, ഒരു 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു കോട്ടൺ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ 250 രൂപയാണ് സ്റ്റാർട്ടിങ് ചാർജ് വരുന്നത്. കുഞ്ഞ് 2 വയസ്സോ 1 വയസ്സോ ഒക്കെ ആണെങ്കിൽ എന്നെ 250 രൂപയാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. നമ്മളതിൽ ചെറിയ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ഉള്ളില്. പിന്നെ നെക്ക്, പിന്നെ സ്ലീവ്ലെസ് ആണെങ്കിൽ അങ്ങനെ ചെറിയ സ്ലീവ് ഉണ്ടല്ലോ, അങ്ങനെ ബാക്കിലൊരു കെട്ട്, അങ്ങനെയുള്ള ഒരു പ്ലേറ്റഡ് ആയിട്ടുള്ളൊരു ഫ്രോക്ക് ചെയ്യുന്നതിന് 250 രൂപയാണ് സ്റ്റാർട്ടിങ്. 250 ആരും ചെയ്ത് കൊടുക്കുകയില്ല, എന്നാലും നമ്മുടെ കുഞ്ഞു കുട്ടിക്ക് ഒരു ചെറിയൊരു ഫ്രോക്ക് ചെയ്ത് കൊടുക്കുന്നതിനാണ് ആ റേറ്റ് വരുന്നത്. അതിൽ നിന്നും കുറച്ച് മോഡലിലേക്ക് വരുംതോറും നമുക്ക് റേറ്റിൽ വ്യത്യാസം വരും. മനസ്സിലായോ? അപ്പൊ നമ്മള് എത്രമാത്രം വർക്ക് അതിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രമാത്രം മീറ്റർ ഉപയോഗിച്ച് 10 മീറ്റർ, 5 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ അങ്ങനെ ഉണ്ടല്ലോ, എത്ര മീറ്റർ ഉപയോഗിച്ചാണ് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് അനുസരിച്ചിരിക്കും നമ്മുടെ സ്റ്റിച്ചിങ് ചാർജിന്റെ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട്. അപ്പൊ ഒരു 10 മീറ്റർ ഉള്ളൊരു നെറ്റ് വെച്ചിട്ട് നമ്മൾ 250 രൂപയ്ക്ക് ഒരു 2 വയസ്സുള്ള കൊച്ചിനാണെന്ന് പറഞ്ഞാലും 3 വയസ്സുള്ള കൊച്ചിനാണെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ മീറ്റർ അത്ര എടുത്ത് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, അതിനനുസരിച്ചാണ് നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് പറയുന്നത്. 10 മീറ്റർ നെറ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി 10 മീറ്റർ ഉണ്ടല്ലോ എന്ന് കരുതരുത്. നമുക്ക് നെറ്റും കൊണ്ടുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് 10 മീറ്റർ ആണ്. അതിൽ നിന്ന് 15, 20, 25, 30 അങ്ങനെ പോകും. നമ്മുടെ വർക്കിനനുസരിച്ചിട്ട് എപ്പോഴും നമുക്ക് നെറ്റ് കൂടുതലായിട്ട് ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് കിട്ടുന്ന നിറയെ ഇങ്ങനെ കാണുമല്ലോ, അങ്ങനത്തെ ഒക്കെ ഫ്രോക്കിന് 10 മീറ്റർ ഒന്നും പോരാ. 10 പോയിട്ട് 30 മീറ്റർ ഉണ്ടെങ്കിലും അങ്ങനെ ഹെവി ആയിട്ടുള്ള ഫ്രോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ 10 മീറ്റർ എന്നുള്ളത് നമ്മൾ കട്ട് ചെയ്ത് 4 പീസ് ആക്കി എന്ന് വിചാരിച്ചു, അപ്പൊ തന്നെ 40 മീറ്റർ ആയി. ആ 40 മീറ്റർ നമ്മൾ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് എടുക്കാന്ന് പറഞ്ഞാൽ നിസ്സാര പണിയല്ല, അപ്പൊ അത്രമാത്രം കഷ്ടപ്പാടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഫ്രോക്കിന് നമ്മൾ 1000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നെറ്റുള്ള ഫ്രോക്കിന്റെ നമ്മളുടെ എത്രമാത്രം മീറ്റർ ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നു, അതിൽ എന്തെല്ലാം മോഡൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു, അതനുസരിച്ചിട്ടാണ് സ്റ്റിച്ചിങ് ചാർജ് കണക്കാക്കുന്നത്. ഇപ്പൊ 2 മീറ്ററോ 3 മീറ്ററോ ഒക്കെയാണ് 400, 450 ഇതിലേ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ കൂടുതൽ നമ്മൾ എത്രമാത്രം തുണിയെടുത്താണ് അതിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഫ്രോക്കുകളുടെ കാൽക്കുലേഷൻ ചെയ്യാം. അപ്പൊ അത് അത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഗൗണ് ചെയ്യുവാണെങ്കിൽ ഒരു വെഡിങ് ഗൗണ് 1500 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതിൽ കുറച്ച് ആരും ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അതിന് മാത്രം നമുക്ക് അതിൽ പണിയുണ്ട്. അപ്പം സിമ്പിൾ ആയിട്ടൊരു വെഡിങ് ഗൗണിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 1500 ആണ്. അതിന് മുകളിലേക്ക് നമ്മൾ എന്തൊക്കെ മോഡൽ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് പിന്നെ നമ്മുടെ റേറ്റ് തീരുമാനിക്കുന്നത്. ഇനി സ്കേർട്ട് ടോപ്പും ഒക്കെ ആണെങ്കിൽ ഒരു 10 വയസ്സ് ഉള്ള കൊച്ചിന് ഒരു അംബ്രല്ല സ്കേർട്ടും ടോപ്പും തയ്ക്കണേൽ 950 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ പട്ടുപാവാടയും ബ്ലൗസും തയ്ക്കണേലും 950 സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അംബ്രല്ല സ്കേർട്ടും തനിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര മീറ്റർ ഉള്ള ഒരു 4 മീറ്റർ ഉള്ള അംബ്രല്ല സ്കേർട്ട് ആണെങ്കിൽ 600 രൂപയാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ചാർജ് വെക്കുന്നത്. പിന്നെ എത്ര മീറ്റർ എടുത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ്. 10 മീറ്ററിന്റെ അംബ്രല്ല സ്കേർട്ട് നമുക്ക് ഒരിക്കലും 600 രൂപയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ തയ്യൽക്കൂലി പറയേണ്ടത്. അംബ്രല്ല സ്കേർട്ട് അല്ല അംബ്രല്ല ടോപ്പ് ചെയ്തിട്ട് അതിന്റെ താഴെ ഉരുട്ടി അടിച്ചു കൊടുക്കുകയല്ലോ, നമ്മുടെ ഫിഷ് വെയർ വെച്ചിട്ട് ചൂണ്ടുകോൽ വെച്ചിട്ട് ഉരുട്ടി അടിച്ചു കൊടുക്കുന്നതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ താഴ്ഭാഗം ഒന്ന് റൗണ്ട് നടന്നു നോക്കുമ്പോൾ എത്ര മീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്, ആ മീറ്ററിന് 50 രൂപ വെച്ചിട്ടാണ്, ഒരു മീറ്ററിന് 50 രൂപ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എത്ര ഓൾട്രേഷൻ ഒക്കെ ആണെങ്കിൽ
ഒരു ചുരിദാർ ഓൾട്രേഷൻ ചെയ്തെടുക്കണമെങ്കിൽ ഷേപ്പ് ചെയ്ത് കൈയും നടുലും ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണമെങ്കിൽ 50 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. പിന്നെ കൈ വെച്ച് കൊടുക്കണമെങ്കിൽ 50. ഇപ്പൊ ഷേപ്പിംഗ് ചെയ്ത് അതിന്റെ കൈയും വെച്ച് കൊടുക്കണേ 100 രൂപയാണ് നമുക്ക് വാങ്ങാവുന്ന. നൈറ്റ് ഷേപ്പ് ചെയ്യുന്നതിന് 50 രൂപ വാങ്ങാവുന്നതാണ്. അങ്ങനെ ഓൾട്രേഷൻ എല്ലാം സ്റ്റാർട്ടിങ് 50 ആയിട്ട്. അതിലിപ്പോ ഓരോന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഓൾട്രേഷൻ എല്ലാം സ്റ്റാർട്ടിങ് 50 രൂപ മുതലാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒത്തിരി ഓൾട്ടർ ചെയ്ത് കൊടുക്കാറുണ്ടെങ്കിൽ 50നോട് കൂടിയത് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്ത് വാങ്ങാം. ഇപ്പൊ സിബ് വെക്കണമെങ്കിൽ നമുക്ക് 50 രൂപ വാങ്ങാം. സിബൊക്കെ പോയൊരു സിബ് അഴിച്ച് കളഞ്ഞ വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡ്രസ്സ് പുതുതായിട്ട് ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി കഷ്ടപ്പാടാണ് അത് അഴിച്ച് കളഞ്ഞേച്ച് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങാം. ആഗ്രഹിക്കുന്ന ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ് ചാർജ് ഇതിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി. അപ്പൊ ഞാൻ അതിന് റിപ്ലൈ ഇടുന്നതാണ്. അപ്പൊ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.